നമ്മൾ പഠിക്കുന്ന ടോപ്പിക് മെൻസ്ട്രൽ സൈക്കിൾ. എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ? ഇറ്റ് ഈസ് ദി റിപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ഫീമെയിൽ പ്രൈമേറ്റ്സ്, ഫോർ എക്സാമ്പിൾ monkeys, apes and human beings ഈസ് കോൾഡ് മെൻസ്ട്രൽ സൈക്കിൾ. അതായത് പ്രൈമേറ്റ വിഭാഗത്തിൽപ്പെട്ട ജീവികളിലെ സ്ത്രീകളിൽ, പ്രൈമേറ്റ വിഭാഗത്തിൽ വരുന്ന ജീവികളാണ് കുരങ്ങ്, ഏപ്സ്, മനുഷ്യർ. ഇവരിൽ കാണുന്ന റിപ്രൊഡക്റ്റീവ് സൈക്കിളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഒരു മെൻസ്ട്രൽ സൈക്കിൾ, അതായത് ഒരു മെൻസ്ട്രേഷൻ മുതൽ അടുത്ത മെൻസ്ട്രേഷൻ വരെ അതിനിടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു? ദി സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം വൺ മെൻസ്ട്രേഷൻ till the next one is called menstrual cycle. It is started during puberty. അതായത് കൗമാര കാലഘട്ടത്തിലാണ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് മെനാർക്കി. ഇൻ ഹ്യൂമൻ ബീയിങ്സ് this cycle is repeated at an interval of about 28 days. ഏകദേശം 28 ദിവസങ്ങൾ കൂടുമ്പോൾ ഈ സൈക്കിൾ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Menstrual cycle or reproductive cycle. The reproductive cycle in the female primates, monkeys, apes and human beings is called menstrual cycle. The first menstruation begins at puberty and is called menarche. The cycle of events starting from one menstruation till the next one is called menstrual cycle. In human females, menstruation is repeated at an average interval of about 28 or 29 days. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഫേസസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. ഈ മെൻസ്ട്രൽ സൈക്കിളിന് പ്രധാനമായിട്ടും 4 ഫേസസ് ആണുള്ളത്. There are 4 phases in menstrual cycle. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്ന മെൻസ്ട്രൽ ഫേസ് ആണ്. അതായത് മൊത്തം നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ഡേയ്സ് ആണ്. അതിൽ ഒന്നാമത്തെ ഫേസ് മെൻസ്ട്രൽ ഫേസ്, അത് 1-ാം ദിവസം മുതൽ ഏതാണ്ട് 5-ാമത്തെ ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ്. അത് 6th ഡേ മുതൽ 13th ഡേ വരെയാണ് ഈ ഫേസ് കാണപ്പെടുന്നത്, ഫോളിക്കുലാർ ഫേസ്. മൂന്നാമത്തെ ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്. ഈ ഓവുലേറ്ററി ഫേസിൽ 14th ഡേ 14ാമത്തെ ദിവസം, അതായത് ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ കറക്റ്റ് നടുക്ക് അതിൻ്റെ 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ഫേസിന് ഓവുലേറ്ററി ഫേസ് എന്ന് പേര് വരാനായിട്ട് കാരണം. ലാസ്റ്റ് ഫേസ് ആണ് സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ്. ആ ഫേസ് ഏകദേശം 15ാം ദിവസം മുതൽ 28ാം ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, മെൻസ്ട്രൽ സൈക്കിളിന് 4 ഫേസ് ഉണ്ട്. 1 മെൻസ്ട്രൽ ഫേസ്, 2 ഫോളിക്കുലാർ ഫേസ് ഓർ പ്രോളിഫറേറ്റീവ് ഫേസ്, 3 ഓവുലേറ്ററി ഫേസ്, 4 സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ്. നമുക്ക് ഓരോ ഫേസും ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിനെ സഹായിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. റോൾ ഓഫ് ഹോർമോൺസ് ഇൻ മെൻസ്ട്രൽ സൈക്കിൾ. ഡയഗ്രാം ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് GnRH, ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു ഈ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താണ്?
അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഗൊണാഡോട്രോഫിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉദ്ദീപിപ്പിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ഗൊണാഡോട്രോഫിൻസ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഗൊണാഡോട്രോഫിൻസ് ആണ് ഒന്ന് LH ലൂട്ടിനൈസിംഗ് ഹോർമോൺ, അടുത്തത് FSH ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി എന്താണ് LHന്റെയും FSHന്റെയും ഒക്കെ പ്രാധാന്യം? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓവറിയിലുള്ള ഒവേറിയൻ ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുകയും ആ ഒവേറിയൻ ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിലാണ് എന്തുണ്ടാകുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഉള്ളിലാണ് ഓവം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് എന്താണ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ? ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഓവുലേഷന് സഹായിക്കുന്നു. ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിയിൽ നിന്ന് ഓവത്തിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് LH അല്ലെങ്കിൽ ലൂട്ടിനൈസിംഗ് ഹോർമോൺ. അപ്പോൾ ഈ 2 ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന LHന്റെയും FSHന്റെയും ആക്ഷൻ എവിടെയാണ് കാണുന്നത്? ഓവറിയിലാണ് അതിന്റെ ആക്ഷൻ വരുന്നത്. അപ്പോൾ ഈ 2 ഗൊണാഡോട്രോഫിൻസിന്റെയും പ്രവർത്തന ഫലമായിട്ട് ഓവറി 2 ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഹോർമോൺസ്? ഒന്നാമത്തെ ഹോർമോൺ ഈസ്ട്രജൻ, രണ്ടാമത്തെ ഹോർമോൺ പ്രൊജസ്റ്റിറോൺ. ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണുമാണ് ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ. ഇനി ഈ ഹോർമോൺസ് യൂട്രസിനെ, അതായത് ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു സൈഗോട്ട് ഉണ്ടായി, ആ സൈഗോട്ട് എംബ്രിയോ ആയി, അങ്ങനെ അതൊരു ഒരു 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 കുഞ്ഞുണ്ടാകുന്നത് വരെ ആ യൂട്രസിനെ, ആ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ യൂട്രസിനെ പര്യാപ്തമാക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. അപ്പോൾ പ്രധാനമായിട്ടും 2 തരം ഹോർമോൺസ് ആണ് മെൻസ്ട്രൽ സൈക്കിളിനെ സ്വാധീനിക്കുന്ന ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ LH ആൻഡ് FSH, അതുപോലെ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. ഇവിടെ ശ്രദ്ധിക്കുക, ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ. It stimulates pituitary gland and produce FSH and LH. FSH development of ovarian follicles, LH induce ovulation. അപ്പോൾ FSHന്റെയും LHന്റെയും ആക്ഷന്റെ ഫലമായിട്ട് ഓവറി 2 തരം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്റിറോൺ. ഇതിൽ ഈസ്ട്രജൻ പ്രോളിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം, അതായത് യൂട്രസിന്റെ ഇന്നർ വോളാണ് എൻഡോമെട്രിയം. ആ ഇന്നർ വോളിനെ പ്രോളിഫറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ തിക്കനിങ്, അതായത് അതിനാവശ്യമായിട്ടുള്ള ഒരു സൈഗോട്ട് ഉണ്ടായാൽ ബ്ലാസ്റ്റോസിസ്റ്റ്, നമ്മൾ പഠിച്ചു ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിന്റെ വോളിൽ അറ്റാച്ച് ചെയ്ത് അതാണ് ഇംപ്ലാന്റേഷൻ. അങ്ങനെ ആ എംബ്രിയോ വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ്, അതുപോലെ തന്നെ ഓക്സിജൻ, ഇതെല്ലാം ലഭിക്കുന്നതിന് എൻഡോമെട്രിയത്തെ പാകപ്പെടുത്തുകയാണ് ഈസ്ട്രജൻ ചെയ്യുന്നത്. പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇംപ്ലാന്റേഷനും അതുപോലെ എൻഡോമെട്രിയത്തിനെ നിലനിർത്താനും അതുപോലെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നു. ഇനി നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിലുള്ള ഓരോ ഫേസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഫേസ് ആണ് മെൻസ്ട്രൽ ഫേസ്. ദിസ് സൈക്കിൾ സ്റ്റാർട്ട്സ് വിത്ത് മെൻസ്ട്രൽ ഫ്ലോ, അതായത് നമുക്ക് മെൻസ്ട്രൽ ഫ്ലോ, ബ്ലീഡിങ്, പീരീഡ് എന്നൊക്കെ പറയാം സ്ത്രീകളിൽ. അപ്പോൾ എന്താണ് ഈ മെൻസ്ട്രൽ ഫേസ്? സ്റ്റാർട്ട് വിത്ത് മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിങ്. ഇറ്റ് ലാസ്റ്റ് ഫോർ 3 to 5 days. ഈ ബ്ലീഡിങ് ഏതാണ്ട് 3 ദിവസം മുതൽ 5 ദിവസം വരെ നിലനിൽക്കും. എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത്? കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ആൻഡ് ബ്ലഡ് വെസൽസ് ഓഫ് ദ യൂട്രസ് ദാറ്റ് കംസ് ഔട്ട് ത്രൂ വജൈന. നമ്മൾ പറഞ്ഞു ഓരോ 28 ദിവസത്തിനുള്ളിലും ഈ മെൻസ്ട്രൽ സൈക്കിൾ ആവർത്തിക്കുന്നു.
അപ്പോൾ ഓരോ ഈ സൈക്കിളിനുള്ളിലും എന്തുണ്ടാകുന്നു? ഓവത്തിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ, അതായത് ഓവവും സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്ത് പുതിയൊരു സൈഗോട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ സൈഗോട്ടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും എവിടെ ചെയ്യും? യൂട്രസിന്റെ ഇന്നർ വോളായ എൻഡോമെട്രിയത്തില് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കഴിഞ്ഞാൽ, അതേസമയം ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ, എങ്ങനെ ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം, കോപ്പുലേഷൻ, ഇന്റർകോഴ്സ്, കോയിറ്റസ്, ഇതൊക്കെ വഴിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ ഈ പറയുന്ന എൻഡോമെട്രിയത്തിന്റെ ലൈനിങ്, അതുപോലെ അവിടെയുള്ള ബ്ലഡ് വെസൽസ്, യൂട്രസിനുള്ളിലുള്ള ബ്ലഡ് വെസൽസ്, ഇതെല്ലാം ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഈ മെറ്റീരിയൽസ് എല്ലാം വജീനയിൽ കൂടി പുറത്തു വരികയും ചെയ്യും. അതിന് പറയുന്ന പേരാണ് നമ്മൾ മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. നമ്മൾ പറഞ്ഞു 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഈ 14ാമത്തെ ദിവസം ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ ആ റിലീസ് ചെയ്യുന്ന ഓവത്തിന് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് മെൻസ്ട്രൽ ഫ്ലോ. രണ്ടാമത്തെ ഫേസ് ആണ് ഫോളിക്കുലാർ ഫേസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഗൊണാഡോട്രോഫിൻ. 2 ഗൊണാഡോട്രോഫിനാണുള്ളത്, LH ലൂട്ടിനൈസിക് ഹോർമോൺ ആൻഡ് FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. ഇതില് ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ FSH സ്റ്റിമുലേറ്റ് ഡെവലപ്മെന്റ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് സെക്രീഷൻ ഓഫ് ഈസ്ട്രജൻ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ ഒവേറിയൻ ഫോളിക്കിളിനെ ഡെവലപ്മെന്റ്, അതിൽ നിന്ന് ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുന്നു. ഇനി ഈസ്ട്രജൻ എന്താണ് ചെയ്യുന്നത്? ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ് proliferation of ruptured uterine endometrium and mucous lining of oviduct and vagina. ഈസ്ട്രജൻ യൂട്ടറൈൻ എൻഡോമെട്രിയത്തിനെ പ്രോളിഫറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. എൻഡോമെട്രിയത്തിൽ നേരത്തെ തന്നെ പറഞ്ഞു, ആവശ്യമായിട്ടുള്ള തിക്കനിങ്, അതായത് കൂടുതൽ ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്നു. അതുപോലെ ഒരു സൈഗോട്ട് ഉണ്ടായി, ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, ഓക്സിജൻ, ഇതെല്ലാം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എൻഡോമെട്രിയത്തിൽ ഉണ്ടാകുന്നു. അതിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിളിലെ 3ാമത്തെ ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്. LH and FSH attain a peak level on the middle of cycle. അതായത് മെൻസ്ട്രൽ സൈക്കിൾ 28 ഡേയ്സ് ഉള്ള മെൻസ്ട്രൽ സൈക്കിളിന്റെ മിഡിലിൽ, അതായത് ഏതാണ്ട് 14th ഡേ ഒക്കെ ആകുമ്പോഴേക്കും LHഉം FSHഉം ഏറ്റവും ഹൈ ലെവലിലായിരിക്കും. റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH, അതായത് ഹൈ ലെവലിൽ, അതായത് LHന്റെ സെക്രീഷൻ പീക്ക് ലെവലിലാവുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് LH സർജ് എന്നാണ് വിളിക്കുന്നത്. റാപ്പിഡ് സെക്രീഷൻ ഓഫ് LHനെ വിളിക്കുന്ന പേരാണ് LH സർജ്. അത് എന്തിനെ പ്രേരിപ്പിക്കുന്നു? ഇറ്റ് ഇൻഡ്യൂസ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് ദെയർ ബൈ ഓവുലേഷൻ ഓൺ 14th ഡേ. അത് ഗ്രാഫിയൻ ഫോളിക്കിൾ, നമ്മൾ പറഞ്ഞു ഓവം എവിടെയാണ് ഉണ്ടാകുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിളിലാണ് ഉണ്ടാകുന്നത്. അവിടെ ഓവത്തിന്റെ മച്ചുറേഷൻ നടക്കുകയും പാകമായ ഓവം ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി പുറത്തേക്ക് വരികയും ചെയ്യുന്നു 14ാമത്തെ ദിവസം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓവുലേഷന് സഹായിക്കുന്നത്? LH സർജ് ആണ് ഓവുലേഷന് കാരണം. അടുത്ത ഫേസ് ആണ്, 4ാമത്തെ ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. നമ്മൾ പഠിച്ചു, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ബ്രേക്ക് ചെയ്യുകയും അതിനുള്ളിൽ നിന്ന് ഓവം പുറത്തു വരികയും ചെയ്യുന്നു. ഇനി ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഈ 4ാമത്തെ ഫേസ്, ലൂട്ടിയൽ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റിമൈനിങ് പാർട്ട് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ, കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്റിറോൺ ഹോർമോൺ. ആ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് എൻഡോമെട്രിയം. യൂട്രസിന്റെ ഇന്നർ വോളായ എൻഡോമെട്രിയത്തിന്റെ
നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊജസ്റ്ററോൺ. During pregnancy, all events of menstrual cycle stop and there is no menstruation. അതായത് ഈ മെൻസ്ട്രൽ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് എങ്ങനെയാണ്? പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീകളിലാണ് മെൻസ്ട്രൽ സൈക്കിള് 28 ദിവസങ്ങൾ കൂടുമ്പോൾ ആവർത്തിച്ച് വരുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എന്നാൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെൻസ്ട്രൽ സൈക്കിളിലുള്ള എല്ലാ ഇവൻസും സ്റ്റോപ്പ് ചെയ്യുകയും പിന്നെ അവിടെ എന്തുണ്ടാകുന്നില്ല? അവിടെ മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. If fertilization does not occur, corpus luteum degenerates and it causes disintegration of endometrium and menstruation. അങ്ങനെയാണ് മെൻസ്ട്രൽ ഫ്ലോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം ഇത്രയും നേരം ചെയ്ത പ്രോസസ് എല്ലാം എന്താണ്? ആവശ്യമില്ലാത്തതായിട്ടും അനാവശ്യമായിട്ട് മാറും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം നമ്മൾ പറഞ്ഞു, കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കോർപ്പസ് ലൂട്ടിയം എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പ്രൊജസ്റ്ററോൺ എന്തിനാണ് സഹായിക്കുന്നത്? പ്രധാനമായിട്ടും ഇത് എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സഹായിക്കുന്നത്. എന്നാൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല, സൈഗോട്ട് ഉണ്ടായില്ല, ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി എന്ത് പറ്റുന്നു? ഓൾറെഡി ആ നമ്മൾ ഫോം ചെയ്ത കോർപ്പസ് ലൂട്ടിയം നശിച്ചു പോകുന്നു, ഡീജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള അത് ബ്ലീഡിങ്ങിന് കാരണമാകുന്നു, മെൻസ്ട്രേഷന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്ത നമ്മൾ പഠിക്കുന്ന റോൾ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആൻഡ് ഒവേറിയൻ ഹോർമോൺസ്. മെൻസ്ട്രൽ സൈക്കിളിൽ പിറ്റ്യൂട്ടറി ഹോർമോൺസും ഒവേറിയൻ ഹോർമോൺസും ഒക്കെ ഏതൊക്കെ ഫേസിലാണ് ഏറ്റവും കൂടുതൽ എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ട് ഈ ഗ്രാഫ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് പഠിക്കേണ്ട ഗ്രാഫാണ്. 1-ാം ദിവസം മുതൽ 8-ാം ദിവസം വരെ നടക്കുന്ന മെൻസ്ട്രൽ സൈക്കിളിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും അവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിൽ നമ്മൾ കാണുന്നത് 2 ഹോർമോൺസ്, പ്രധാനമായിട്ട് പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ഏതൊക്കെയാണ്? LH ആൻഡ് FSH ഹോർമോൺസിന്റെ ഗ്രാഫാണ് കാണിക്കുന്നത്. അതല്ല, എപ്പോഴും LHന്റെ ലെവൽ ഉയർന്നു നിൽക്കും. ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ FSHന്റെ ലെവല് LHനേക്കാളും താഴെയായിരിക്കും നിൽക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഈ LHും FSHും എവിടെയാണ്? അതായത് ഫോളിക്കുലാർ ഫേസിനും ലൂട്ടിയൽ ഫേസിൻ്റെയും ഇടയ്ക്ക് കാണുന്ന ഓവുലേറ്ററി ഫേസിൽ പ്രധാനമായിട്ടും 14th ഡേ ഓവുലേഷൻ ടൈമിലാണ് LHന്റെ അളവ് കൂടുതലും FSHന്റെ അളവ് കൂടുതലും. കാരണം നമുക്കറിയാം ഓവുലേഷനെ സഹായിക്കുന്ന LH സർജ്, അതായത് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് LH ആണ് ഓവുലേഷനെ സഹായിക്കുന്നത്. ഇനി താഴെ നോക്കുക, താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 ഗ്രാഫ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒവേറിയൻ ഹോർമോൺസിന്റെ ലെവലാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും താഴെ കൊടുത്തിരിക്കുന്ന പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണുമാണ്. ഇനി അവയുടെ ലെവൽ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈസ്ട്രജന്റെ ലെവല് ഏത് ഫേസിലാണ് കൂടുതൽ? ഫോളിക്കുലാർ ഫേസിലും പ്രധാനമായിട്ടും ഈസ്ട്രജന്റെ ലെവൽ കൂടി വരുന്നത് ഫോളിക്കുലാർ ഫേസിലാണ്. അതേസമയം ഫോളിക്കുലാർ ഫേസിലും ഓവുലേറ്ററി ഫേസിലുമാണ് ഈസ്ട്രജന്റെ ലെവല് കൂടി വരുന്നത്. എന്നാൽ പ്രൊജസ്റ്ററോണിന്റെ ലെവൽ കൂടുന്നത് ലൂട്ടിയൽ ഫേസിലാണ്. അതിന് എന്താണ് കാരണം? നമ്മൾ പഠിച്ചു, ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഒവേറിയൻ ഫോളിക്കിൾസ് ഗ്രാഫീൻ ഫോളിക്കിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. അപ്പോൾ ഫോളിക്കുലാർ ഫേസിലാണ് ഈസ്ട്രജന്റെ അളവ് കൂടുതൽ.